അഭിവന്ദരായ ഉസ്താദുമാരെ തെറി വിളിക്കുന്നതും ഉസ്താദുമാരുടെ മുഖത്ത് വിരൽ ചൂണ്ടുന്നതും ഉസ്താദുമാരുടെ മുഖത്ത് കൈപ്പത്തി തൊടുന്നതും മുസ്ലിമീങ്ങളെ സൂക്ഷിക്കണം. വാട്സപ്പ് ലോകം മൊത്തമായതുകൊണ്ട് എന്തും പറയാം. ഈ പ്രസംഗിക്ക് നിരൂപണം നടത്താനും വിമർശിക്കാനും ആളുകളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നമുക്ക് ആഖിറത്തിന്റെ മക്കളാണ്, സ്വർഗത്തിൽ കിടക്കണമെന്ന് കൊതിക്കുന്നവരാണ്, പള്ളിപ്പടമ്പിൽ വെളിച്ചം കെട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. അഭിവന്ദരായ ഉസ്താദുമാരെ ഇരുത്തി, ബഹുമാനപ്പെട്ടവരടക്കമുള്ള ഉമറാക്കളെ ഇരുത്തി ഞാനൊരു വാക്ക് നിങ്ങളോട് പറയട്ടെ. അഥവാ കണ്ണടഞ്ഞാലേ അവസ്ഥകൾ അറിയൂ. മനുഷ്യ, നിന്റെ നാവ് നീ അടക്കി വെക്കുന്ന നല്ലതാണ്. അൻഹമലത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന അഭിവന്ദരായ ഉസ്താദുമാരെ കുറിച്ച്, ഇൽമു പഠിക്കുന്ന മക്കൾ, മുതഅല്ലിമീങ്ങളെ കുറിച്ച്, ദീന് പഠിക്കുന്ന കുട്ടികൾ, നരകത്തിൽ ഒരു പറ്റം നായകളെ അല്ലാഹു തആല പടച്ചു വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദിന്റെ മുഖത്ത് കൈവച്ചവനെ അല്ലാഹു വിടില്ല. അല്ലാഹു അർഹമുർ റഹീമീൻ, അല്ലാഹു റബ്ബുൽ ആലമീൻ, അർഹമുർ റഹീമീനായ റബ്ബ് ഇവിടെ വെച്ച് തന്നെ അതിന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടേ അവനെ അല്ലാഹു തആല മരിപ്പിക്കൂ എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അൽഹംദുലില്ലാഹ് അഭിവന്ദരായ ശൈഖുന താജു ശരിയ, അല്ലാഹു ശൈഖുനാക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു നല്ല ബറക്കത്ത് കൊടുക്കട്ടെ. ധാരാളം പണ്ഡിതന്മാരുടെ അഭിവന്യ ഗുരു, വലിയ വലിയ ആലിമീങ്ങൾ, അവിടുത്തെ ശിഷ്യഗണങ്ങൾ വലിയ ആലിമീങ്ങളാണ്. മിനിഞ്ഞാന്ന് താത്തൂരിൽ പോയപ്പോ അവിടെ വലിയൊരു ദർസുണ്ട്, വലിയ ദർസ് നടക്കുന്നു. ആ ദർസിന്റെ സന്തതികളും ആ കുട്ടികളൊക്കെ ശൈഖുനയുടെ പേരക്കുട്ടികളാണ്. അവിടുത്തെ മുദരിസ്, അവിടുത്തെ ശിഷ്യഗണങ്ങളിൽ പ്രധാനപ്പെട്ട മുദരിസ, ധാരാളം ആലിമീങ്ങളെ വളർത്തിയ അഭിവന്ദരായ ഉസ്താദ്. അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ഉസ്താദിന് ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ, ആയുസ്സിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. നീ പാവപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ മക്കളായി ഞങ്ങൾക്ക് ആ തണൽ നീ നീട്ടിത്തരണേ റഹ്മാനെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാവരും ഇരിക്കും. അൽബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാ വജബ ശുക്റു അലൈനാ മദാ ലില്ലാഹി ദാ. അൽഹംദുലില്ലാഹ് അല്ലാഹു ഉസ്താദിനെ ആഫിയത്ത് പോയിട്ടില്ലേ? അല്ലാഹു അവർക്കൊക്കെ ബറക്കത്ത് കൊടുക്കട്ടെ. ഉസ്താദിന്റെ വരവും മുഹീസുന്ന ഉസ്താദിന്റെ വരവൊക്കെ കാണുമ്പോൾ കൽബ് പെടയാണ്. 2-3 ആളുകളാണ്. അല്ലാഹു തആല നമ്മുടെ ഉസ്താദ്മാർക്കൊക്കെ ബറക്കത്ത് കൊടുക്കട്ടെ. നല്ലോണം ദ്വാരക്ക, ആത്മാർത്ഥമായിട്ട് നമ്മള് ഉസ്താദ്മാർക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യാം ഇൻഷാ അല്ലാഹ്. സംഘാടകനോട് പറയുന്നത് വരെ ഞാനൊരു കൊച്ചു പ്രസംഗം, റഈസുൽ ഉലമയും ബദറുസാ തങ്ങളുപ്പാപ്പൊക്കെ വരുന്നത് വരെ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ശൈഖുനെ എല്ലാവരും ഇരുത്തി ഞാൻ കുറച്ചുകൂടെ സമയം പറയാം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ പൊന്നുമക്കൾക്ക് നിസ്കാരത്തിലേക്കുള്ള വഴിയെന്നല്ല, ജീവിതത്തിലേക്കുള്ള വിജയത്തിലേക്കുള്ള മാതാപിതാക്കൾ ആരാണ്, ഉമ്മയും വാപ്പയും ആരാണെന്ന് ശരിക്ക് കൽബ് തട്ടി പഠിപ്പിച്ച് വളർത്തുന്ന നമ്മുടെ ഉസ്താദുമാരുടെ നിസാര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ കേൾക്കുമ്പോഴേക്കും വന്നിട്ട് പൊന്നുമക്കളുടെ ചാരത്ത് വെച്ച് ഉസ്താദുമാരുടെ ചവിട്ടത്തടിക്കുകയും മുഖത്തടിക്കുകയും ചെയ്യുന്ന
കാഴ്ച കാണുന്ന മണ്ണിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നവർക്കേണ്ടതുണ്ട്. പക്ഷേ ആളുകൾക്ക് പലതും പറയാം, എഴുതാം. നമ്മുടെ ഭാവിയാണ് തുലാസിലെന്ന് ഓർക്കേണ്ടതുണ്ട്. മോളെ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, നമ്മുടെ കുട്ടിയുടെ മുന്നിൽ വെച്ച് കുട്ടിയുടെ ഗുരുവിന്റെ മുഖത്തടിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അനുഭവിച്ചിട്ട് തന്നെ മരിക്കൂ. അതൊക്കെ കാണാൻ പോകുന്ന വിഷയങ്ങളാ. ഞാൻ അങ്ങോട്ട് പോയില്ല, ആ രൂപത്തിൽ പറയുന്നതല്ല. അരുത്. മാതാപിതാക്കളോട് പറയുന്നു, ജീവിതം തുലക്കരുത്. എന്നേക്കും ജീവിതം നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തരുത്. നമ്മുടെ കുട്ടി നമുക്ക് നഷ്ടപ്പെടരുത്. നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ആ മക്കൾ ആ കുട്ടിയുടെ അഭിമന്യ ഗുരുവിന്റെ മുഖത്ത് കൈവച്ചവന് ഈ കുട്ടി ഏതെങ്കിലും ഒരു കാലത്ത് സന്തോഷത്തോടുകൂടെ ഒരു മുഖപ്രസന്നതയുടെ ഭാഗം ലഭിക്കുമോ കൊടുക്കുമോ എന്നുള്ളത് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കും മാതാപിതാക്കളെ. ആരാണ് മഹാന്മാരായ ഉസ്താദുമാർ? ഞാൻ ശൈഖുനാനെ ഇരുത്തി ഞാനൊന്ന് പറയട്ടെ, അവിടുത്തെ ചെറുപ്രായം തൊട്ട് ഞാനൊക്കെ മഹീസുൽ ശൈഖുനയുടെ ചാരത്ത് പഠിക്കുന്ന കാലം തൊട്ട് ഉസ്താദുമായി അവിടുത്തേക്ക് ദുആ ചെയ്യാനും മറ്റും പോകുന്ന ഒരു കുട്ടിയായിരുന്നു. ശൈഖുന് ഒരുപാട് മക്കളെ വളർത്തി. ഞാൻ ഈ ശൈഖുനെ അടക്കമുള്ളവരിരുത്തിയിട്ട് ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മയോട് പിതാക്കളോട് ഓർമ്മപ്പെടുത്തുന്നു, ഉസ്താദുമാരെ, അഭിവന്ദരായ ഉസ്താദുമാർ, കാലഘട്ടത്തിനനുസരിച്ച് പോരായ്മകൾ ഉണ്ടാവും. മഅസൂമിങ്ങളല്ല, മഹ്ഫൂദിങ്ങളല്ല. ഓർക്കേണ്ടതുണ്ട്, ഉസ്താദുമാരെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ഗുരുനാഥന്മാർ. ഒരിക്കലും തന്നെ മഹ്ഫൂദിങ്ങൾ മഅസൂമിങ്ങളല്ല. അപാകതകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം, തിരുത്തണം. കമ്മിറ്റി ഭാരവാഹികൾക്ക് പറയേണ്ടത് പറയാം, നാട്ടുകാർക്ക് പറയേണ്ടത് പറയാം. പക്ഷേ അത് സ്വന്തം മകനെ സുഖിപ്പിക്കാൻ വേണ്ടി മുഖത്ത് കൈവച്ചായി ആവരുത്, നെഞ്ചത്ത് കൈവച്ചുകൊണ്ടാവരുത്, കവളത്ത് കൈവച്ചുകൊണ്ടാവരുത്. ആരോട് നമ്മുടെ ഗുരുനാഥന്മാരൊന്നും ഒരക്ഷരം പഠിപ്പിച്ച ഈ ഇരിക്കുന്നവർ ഒരു ഉംറക്ക് പോകുന്നവരാവട്ടെ, ഹജ്ജിന് പോകുന്നവരാവട്ടെ, അഭിവന്ദരായ ഉസ്താദുമാരുടെ വാസത്തെ ഇല്ലാതെ ഇതിനും വിമർശിക്കുന്നവരുണ്ടാവാം. പക്ഷേ ഞാനിപ്പോൾ വേദനയുണ്ട്. ആ വീഡിയോ കണ്ടപ്പോൾ കൽബ് പൊട്ടിയൊക്കെ പറഞ്ഞു പോയതാണ്. ഞാൻ ഈ സദസ്സിനോടൊന്ന് മനസ്സ് തുറക്കുന്നു. ഞാൻ എന്റെ പെങ്ങന്മാരുടെ ഉമ്മമാരിവിടെ ധാരാളമുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുനെ ഇരുത്തിയിട്ട് ഞാനൊന്ന് മനസ്സ് തുറന്ന് പറയട്ടെ, ആരാണ് പെങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരും നമ്മുടെ പള്ളികളിലെ ഉസ്താദുമാർ, ദർസ് നടത്തുന്ന ഉസ്താദുമാർ, അവരാരാണെന്നറിയോ? അവരെ നമുക്ക് കുറ്റപ്പെടുത്താനുണ്ട്, നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പലതുമുണ്ട്. നിങ്ങൾ തേനീച്ചയാവടെ, ഈച്ചകളാവരുത്. ഈച്ചകൾ എന്ന് പറയുന്നത് വെടക്കുള്ള ഭാഗങ്ങളും മോശപ്പെട്ടതും കാണുന്നുവെങ്കിൽ തേനീച്ചകൾ നന്മ കാണുന്ന ഒരു മനുഷ്യന്റെ നന്മയാണ്. ലാ തജസ്സസൂ, ലാ തജസ്സസൂ, ഐ ലാ തുത്ലുബൂ ഐബ അഖീകും. നിങ്ങളുടെ സഹോദരന്റെ കുറ്റും കുറവും നിങ്ങൾ നോക്കി ചിക്കി കുത്തി നടക്കരുതെന്ന മലപ്പുറം ഭാഷയാണ്. നിങ്ങൾ അത് നോക്കി നടക്കരുത്. നന്മകളുണ്ടോ? നന്മകൾ നോക്കണം, മറ്റുള്ളത് ഉണർത്തി കൊടുക്കണം. പക്ഷേ അത് പൊന്നുമക്കളുടെ ചാരത്ത് വെച്ചിട്ട് അതൊരു ഉസ്താദിന്റെ കൽബ് പൊട്ടിക്കുന്ന അവസ്ഥയിലൂടെ ആവരുത്, ഒരു മനസ്സ് വേദനിപ്പിക്കുന്ന അവസ്ഥയിലൂടെ ആവരുത്. ചില പള്ളി കമ്മിറ്റി ഭാരവാഹികൾ അവരുടെ ധാരണ ഉസ്താദുമാരെ പിരിച്ചുവിടലും ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കലും ഇത് മാത്രമാണ് ഡ്യൂട്ടി എന്നാണ്. എത്രമാത്രം ചുറ്റുപാടുകൾ, എത്രമാത്രം ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷേ അത് നോക്കാൻ സമയമില്ല. ഉസ്താദുമാരുടെ ജീവിതത്തിലേക്ക് നോക്കാതെ അവർക്കുമുണ്ട് മക്കള്, അവർക്കുമുണ്ട് വീട്, അവർക്കുമുണ്ട് സുഖമില്ലാത്ത ഉമ്മ, അവർക്കുമുണ്ട് സുഖമില്ലാത്ത ഭാര്യ, അവർക്കുമുണ്ട് രോഗികളായി കിടക്കുന്ന മക്കൾ. അതൊന്നും നോക്കാതെ ഒരു കൃപ പോലും കാണിക്കാത്ത, ഒരു ദയ പോലും കാണിക്കാത്ത കമ്മിറ്റി ഭാരവാഹികളുണ്ട്. അവരും ചിലത് ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷേ ആവശ്യമാണ് എങ്കിൽ ഉത്തരവാദിത്വ ബോധം നിർവഹിക്കാത്തവരാണെങ്കിൽ അവരെ ഉണർത്തണം. അത് വേദനിപ്പിക്കുന്ന അവസ്ഥയിലാവരുത്, നെഞ്ചത്ത് ചവിട്ടുന്ന അവസ്ഥയിലാവരുത്.
മഹാനായ ഇബ്നു ഉലൈന തങ്ങളെ പോലെയുള്ള മഹാന്മാർ പഠിപ്പിക്കുന്നു. സഹോദരിമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന ദീനിന്റെ പടയാളികളെ, ഉസ്താദിനെ ഇരുത്തി ഞാൻ പറയട്ടെ, നുബുവത്തി എന്ന മഹത്തായ അനുഗ്രഹത്തിന് ശേഷം അല്ലാഹു അവന്റെ അടിമകൾക്ക് വല്ല നിഅമത്ത് കൊടുക്കുന്നുണ്ടോ? അഫ്ളല മിനൽ ഇൽമി, ഇൽമിനേക്കാൾ പവറുള്ളത് ഒരടിമക്ക് മറ്റെന്താകുന്നു? ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി الطاعات وأولى ما أنفقت فيه نفائس الأوقات. നബവി തങ്ങളെ പോലെയുള്ള മുത്തുകൾ എത്ര വലിയ ആബിദാണ് എങ്കിലും യുസല്ലി കുല്ല യൗമിൽ വലൈലത്തിൽ അൽഫ റക്അ, 1000 റക്അത്ത് വീതം നിസ്കരിക്കുന്ന ഒരു സാധാരണക്കാരനാണെങ്കിലും ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിന് അല്ലാഹു കൊടുക്കുന്നതിന്റെ ഏതൊരു 10 പോലും ഈ വ്യക്തിക്ക് കൊടുക്കോ ഇല്ലേ എന്നുള്ളത് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കേണ്ടതാണ്. വിമർശനം കൊണ്ടായില്ല, പള്ളിപ്പറമ്പിൽ കിടക്കേണ്ടതാണെന്ന ബോധത്തോടുകൂടെ ചിന്തിക്കാൻ ഓർമ്മപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലയോ സ്വഹാബികളെ, സയ്യനല്ലാഹു അസ്സമാഅ ബിസലാസിൻ. സ്വഹാബികളെ അമ്പരപ്പിച്ചുകൊണ്ട് കാരുണ്യത്തിന്റെ മുത്ത് പറയുന്നു, അല്ലാഹു ആകാശത്തെ അലങ്കരിച്ചിട്ടുള്ളത്, ആകാശ ലോകത്തിന് ഭംഗി കൊടുത്തിട്ടുള്ളത് 3 കാര്യങ്ങളെ കൊണ്ടാണ്. ഒന്ന് ബിശംസി, സൂര്യനെ കൊണ്ടാണ് എങ്കിൽ മറ്റൊന്ന് വൽ ഖമരി, ചന്ദ്രനെ കൊണ്ടുമാണ്. മൂന്നാമത്തെ ഒന്ന് വൽ കൗകബി, നക്ഷത്രങ്ങളെ കൊണ്ടുമാണ് എങ്കിൽ അല്ലയോ സ്വഹാബികളെ, വസയ്യനൽ അർള, അല്ലാഹു ഭൂമിയെ അലങ്കരിച്ചിട്ടുണ്ട്. അല്ലാഹു ഭൂമിക്ക് വല്ലാത്ത പവർ കൊടുത്തിട്ടുണ്ട്. ബിസലാസിൽ, അതുപോലെയുള്ള 3 കാര്യങ്ങൾ. ഒന്ന് ബിൽ ഉലമാ, ദീന് പഠിപ്പിക്കുന്ന ആലിമീങ്ങളാണ്. ഒരു മദ്രസയിലെ ഉസ്താദാണ് എങ്കിലും അവരെ ചെറുതായി കാണണ്ട, അവര് ദീനിന്റെ ഖാദിമീങ്ങളാണ്. ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ശബ്ദം കേൾക്കുന്ന ആശിഖീങ്ങളെ, സ്വർഗത്തിൽ പാറിക്കളിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്. ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. നമ്മുടെ ജീവിതത്തിലെങ്ങാനും ഒരാളെ ഒരു വഖത്ത് നിസ്കരിക്കാൻ, ഒരു ഹദ്ദാദ് ചൊല്ലാൻ, പോകട്ടെ ഒരു ഫാത്തിഹ സൂറത്ത് ഓതാൻ അവസരമുണ്ടാക്കി കൊടുത്ത ഒരു മനുഷ്യനുണ്ടോ? ആ മനുഷ്യൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവിലെ മുഴുവൻ വസ്തുക്കളെക്കാളും ഖൈറാണ് അല്ലാഹു തആല അവർക്ക് കൊടുക്കാൻ പോകുന്നത്. അത് കേട്ടിട്ട് കണ്ടിട്ടാണ് എന്റെ ജ്യേഷ്ഠാനുജന്മാരെ ജന്നത്തുൽ ബഖീഇൽ ഒരു മൂല കിട്ടണമെന്ന് കൊതിക്കാറുണ്ട്, ദുആ ചെയ്യിപ്പിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 കൊല്ലത്തെ ഖാദിമായ അനസ് തങ്ങൾ കിടക്കുന്ന ജന്നത്തുൽ ബഖീഇലല്ല, സാഹിബ് സിർ, നബി തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്തും സിദ്ദീഖ് തങ്ങളുടെ കാലത്തും ഒരാൾ മരിക്കുന്നു എന്നറിഞ്ഞാൽ മഹാനായ ഹുദൈഫത്ത് എന്നവര് മയ്യിത്ത് നിസ്കരിക്കുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ ചർച്ചക്കില്ല, നിസ്കരിക്കാൻ പോകും. കാരണം നബി തങ്ങളുടെ എല്ലാം അവിടുത്തെ പല രഹസ്യങ്ങളും മഹാനവറുകൾക്കാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ആ സയ്യിദുനാ ഹുദൈഫ, ഓ മുസ്ലിമീങ്ങളെ, ഹുദൈഫത്ത് എന്നവർ ജന്നത്തുൽ ബഖീഇലല്ല കിടക്കുന്നത്, 1000 കിലോമീറ്റർ അപ്പുറത്ത് ഇറാഖിലെ ബസറയുടെ ഭാഗത്താണ് കിടക്കുന്നത്. ഖാലിദ് ഇബ്നുൽ വലീദ്, ഖാലിദ് റളിയല്ലാഹു അൻഹു ഡമസ്കസിലെ അങ്ങ്, ആ ഡമസ്ക് എത്രയോ അകലെയാണ് മഹാനവറുകൾ കിടക്കുന്നത്. 10,000-ഓളം വരുന്ന മഹത്തുക്കളാണ് ജന്നത്തുൽ ബഖീഇലുള്ളതെങ്കിൽ 1,00,000-ൽ പരം വരുന്ന സ്വഹാബികൾ നാടിന്റെ നാനാഭാഗത്തും. എന്തിനാണെന്നറിയോ? ഒരു കുട്ടിക്കെങ്ങാനും ഇൽമിന്റെ ദീനിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഇത് നെഞ്ചിലേറ്റിക്കൊണ്ടാണ് 10,000 സ്വഹാബത്ത് നാടിന്റെ നാനാഭാഗത്തും പോയതെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളാണ് പഠിപ്പിക്കുന്നത്. സ്വഹാബികളെ, വസയ്യനൽ അർളാ, ഭൂമിക്ക് അല്ലാഹു അലങ്കാരം കൊടുത്തിട്ടുള്ളത് അത് ആലിമീങ്ങളെ കൊണ്ടാണ്, മുതഅല്ലിമീങ്ങളെ കൊണ്ടാണ്. വൽ മതരി, മട കൊണ്ടുമാണ്. വസുൽത്താനിൽ ആദിലിൽ, ആദിലായ നീതിമാനായ ഒരു ഭരണാധികാരിയെ കൊണ്ടുമാണ്. ചൊല്ലണേ ഖാല റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ട് മഹാന്മാർ വിവരിക്കുന്നുണ്ട്. അല്ലയോ മുഅ്മിനീങ്ങളെ, ഇന്ന അഹ്ലത്താഅതി യഖുദൂനൽ അക്വാബ് മിൻ ഹൗദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ ആബിദാണ് എങ്കിലും, എത്ര മാത്രം ഇബാദത്തെടുത്ത മനുഷ്യരാണെങ്കിലും, കഅബാലയത്തിന്റെ ഖില്ല പിടിക്കാൻ അവസരം ലഭിച്ച എത്രയോ ഹാജിമാർ ഹജ്ജ് ചെയ്തവരാണ് എങ്കിലും, ഇന്ന അഹ്ലത്താഅ, ആബിദീങ്ങൾ, യഖുദൂനൽ അക്വാബ് മിൻ ഹൗദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദിൽ നിന്ന് അവരാ വെള്ളം വാങ്ങി കുടിക്കുന്നതാണ്. നേരെ മറിച്ച് ഇല്ലാ അഹിരൽ ഇൽമി, ഇല്ലാ അഹിരൽ ഇൽമി, ഒരു ദീന് പഠിപ്പിക്കുന്ന ഒരു ആലിം ഒടിച്ച് നമ്മുടെ മദ്രസയിൽ നമ്മുടെ പിഞ്ചു പൈതലുകളെ പഠിപ്പിക്കുന്ന നമ്മുടെ ഉസ്താദുമാരുണ്ടല്ലോ, അവർക്ക് അല്ലാഹുവിന്റെ ഹബീബ് നൽകുന്നത് ഫഇന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്രിഫുൽഹും ബിയദിഹി, കാരുണ്യത്തിന്റെ മൊത്തം മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദാണ് എങ്കിലും ആ ഉസ്താദിൽ റസൂലുള്ള കൈകൊണ്ട് വെള്ളം കൊടുക്കുന്നതാണ്, അവിടുത്തെ കരങ്ങളിൽ നിന്ന് വെള്ളം കൊടുക്കുന്നതാണ്. എത്ര വലിയ ആബിദാണ് എങ്കിലും ഹൗദിന്റെ അരികിൽ ചെന്നിട്ടാണ് കുടിക്കേണ്ടി വരുന്നതെങ്കിൽ ദീന് പഠിപ്പിക്കുന്നൊരു മുതഅല്ലിമ, ദീന് പഠിക്കുന്നൊരു മുതഅല്ലിമ, ദീന് പഠിപ്പിക്കുന്നൊരു ഗുരു, അത് എത്ര ചെറിയ ഉസ്താദ്, 1-ാം ക്ലാസ്സിലെ ഉസ്താദാണെങ്കിലും വലിയ മുവഫഖാൻ, അലീമസമായ ചുറ്റുപാടിൽ അല്ലാഹു കൊടുത്ത തൗഫീഖാൻ. ആ തൗഫീഖ് കൊണ്ട് റസൂലുള്ള അവർക്ക് നേരിട്ട് വെള്ളം കൈകൊണ്ട് വെള്ളം കോരിക്കൊടുക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. നോക്കുന്നുങ്ങൾ, ഈ ആലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ നമ്മുടെ ചെറിയ ചെറിയ ഉസ്താദുമാരും തോന്നുന്നത് വരെ ചെറുതല്ല. 1-ാം ക്ലാസ്സിലെ ഉസ്താദിനെ പോലെ ചെറുതായി കാണരുത്. അവരാണ് നമ്മുടെ അടിത്തറ. ആ ഗുരുനാഥന്മാരാണ് നമ്മുടെ അടിത്തറ. ഏതെങ്കിലും ഒരു ഗുരുവിന്റെ വേദന അനുഭവിച്ചൊരു, ഏതെങ്കിലും ഒരു ഗുരുവിന്റെ മനസ്സ് വേദനിപ്പിച്ച അക്കുട്ടി വിജയിക്കോ എന്നൊരു ശൈഖുനായിരിക്കും പറയാം. അക്കുട്ടി വിജയിച്ചിട്ടുണ്ടോ? വിജയിക്കുമോ? അവിടെയാണ് ചാടിപ്പോകുന്ന മസലകളും പല പല വിഷയങ്ങളും. മോള് ചാടിപ്പോയി ഉസ്താദേ, മോനത് ഒരു വേഷ്യപ്പെണ്ണുമായി വന്നിരിക്കുന്ന, മോനെ പിടിച്ചാ കിട്ടുന്നില്ല. ഞാൻ അവന് 20 ലക്ഷം മുടക്കി, ഞാൻ 15 ലക്ഷം മുടക്കിയിട്ട് അവനെ പഠിപ്പിച്ചു, പക്ഷേ അവന് പറഞ്ഞാൽ കേൾക്കുന്നില്ല, അവനെ കയ്യിൽ കിട്ടുന്നില്ല. അവനക്ക് ഉപ്പാനോട് സ്നേഹമല്ല, ഉമ്മാനോട് സ്നേഹമല്ല. നോക്കിയാൽ മതി, അവനെ പഠിപ്പിച്ച, ഒരക്ഷരം പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ മനസ്സിൽ ഒരു വേദന ഉണ്ടാക്കിയിട്ടുണ്ടോ? അപകടമാണ് മാതാപിതാക്കളെ. നമ്മുടെ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പറയാൻ എളുപ്പമുണ്ട്, ആ ഉസ്താദിന് കിട്ടേണ്ടത് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഉസ്താദിന് കൊള്ളേണ്ടത് തന്നെയാണ്. പറയാൻ എളുപ്പമുണ്ട്, എന്നേക്കും നശിക്കുന്നത് നമ്മുടെ മക്കളുടെ ഭാവിയാണെന്ന് ഓർക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പിതാക്കളെ, ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു, തഅല്ലമുൽ ഇൽമാ, നിങ്ങളുടെ ഇൽമു നിങ്ങൾ പഠിക്കണം, ദീന് നിങ്ങൾ പഠിക്കണം. കാരണം ഫഇന്ന തഅല്ലുമഹു, നോക്ക് നിങ്ങൾ, ഈ പൊന്നുമക്കൾ, ദീനിന്റെ ഖാദിമീങ്ങളായ മുതഅല്ലിമീങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നു, ഈ മക്കൾ ദർസിൽ വെച്ച് തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിലായി ദർസിൽ വെച്ച പിഞ്ചു പൈതലുകൾ ഇൽമു പഠിക്കുന്നുവെങ്കിൽ ലില്ലാഹി ഖശിയ വതലബഹു ഇബാദ, ഈ മക്കൾ ഒരക്ഷരം പഠിക്കുന്നതും അത് ഇബാദത്താകുന്നു, അത് ഇബാദത്താകുന്നു. വമുദാക്കറതഹു, അതുമായി ചർച്ച ചെയ്യുന്നത്, കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൽമുമായി ശുഗലായി സംസാരിക്കുന്നത് തസ്ബീഹ്, ആ മക്കളുടെ തസ്ബീഹാകുന്നു. വൽ ബഹ്സ അൻഹു ജിഹാദ്, അതുമായുള്ള ചർച്ചകൾ ദീനിന് വേണ്ടി
ദീനിന് വേണ്ടി അധ്വാനിക്കുന്ന തുല്യമാണ്. വതഅലീമഹു ലിമൻ ലാ യഅലമുഹു വതഅലീമഹു ദീനുമായി ഒരക്ഷരം, ഒരു ഫാത്തിഹ സൂറത്തിന്റെ ഒരു ബിസ്മി എങ്കിലും ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, വിവരമില്ലാത്ത മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ സദഖ. ആ മദ്രസയിലെ ഉസ്താദിന് അതെത്ര വലിയ സ്വതക്കയാകുന്നു. 4 ലക്ഷം കൊടുത്താലും 10 ലക്ഷം കൊടുത്താലും 25,000 രൂപ കൊടുത്തു, ഞാൻ അത്ര കൊടുത്തു എന്നൊക്കെ പറയുന്നുവെങ്കിൽ നഊദു ബില്ലാഹ്, എത്ര ലക്ഷങ്ങൾ കൊടുത്താലും ഒരു ഉസ്താദും മദ്രസയിലെ പൊന്നു ഉസ്താദും മക്കൾക്കൊരു ഫാത്തിഹ സൂറത്ത് പഠിപ്പിച്ചു കൊടുത്താൽ ആ ഫാത്തിഹ സൂറത്ത് കൊണ്ട് ആ ഗുരുവിന് കിട്ടുന്ന പവർ, പദവി, ഈ ലക്ഷങ്ങൾ കൊടുത്ത ഉമറാക്കൾക്ക്, ഈ ലക്ഷങ്ങൾ കൊടുത്ത സമ്പന്നർക്ക് അല്ലാഹു തആല പ്രതിഫലമായി കൊടുക്കില്ല. കാരണം ഫഇന്ന തഅലീമഹു ലിമൻ ലാ യഅലമുഹു സദഖ വബദലഹു ലിഅഹ്ലിഹി ഖുർബാ. എന്നാലോ ആ ഉസ്താദുമാർ അവർക്ക് കിട്ടുന്ന തൊട്ടുകൊണ്ട് അവരെങ്ങാനും ഭാര്യ മക്കൾക്ക് വല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുവെങ്കിൽ ഖുർബത്തുൽ അത് വല്ലാത്ത ഇബാദത്താണ്, മഹത്വമുള്ള ഇബാദത്താകുന്നു. മദ്രസയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറഞ്ഞ കാശ് അതുകൊണ്ട് മക്കളെ പോറ്റുന്നുവെങ്കിൽ, ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നുവെങ്കിൽ, ഭാര്യയ്ക്ക് ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നുവെങ്കിൽ, പൊന്നുമ്മ പാവപ്പെട്ട ഉമ്മാനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന മദ്രസയിലെ പാവപ്പെട്ട ഉസ്താദിന് ചെറിയ നേട്ടമല്ല, അത് വല്ലാത്ത ഇബാദത്താകുന്നു എന്ന് മഹാന്മാർ വിവരിച്ചുവെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബികളെ, ഫീ കുല്ലി യൗമിൽ വലൈലത്തിൽ അൽഫു റഹ്മാ. അല്ലാഹു, ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരോട്, ഉമ്മമാരോട്, നിങ്ങൾ ഭർത്താക്കന്മാരോട് പറയണം, കുട്ടികളോട് പറയണം, നിങ്ങളുടെ മക്കളുടെ ഉപ്പയോട് നിങ്ങൾ നല്ലതുപോലെ ഉപദേശം കൊടുക്കണം. തുള്ളിച്ചാടിയിട്ട് ഏതെങ്കിലും ഒരു ഗുരുവിനെ മക്കളുടെ ഉസ്താദുമാരെ ഒന്ന് വേദനിപ്പിച്ചാൽ ഉമ്മ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഭർത്താവ് മാത്രമല്ല നിങ്ങളുടെ മക്കളുമാകുന്നു എന്ന് ശൈഖുനാനെ ഇരുത്തി ഞാൻ പറയട്ടെ. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നത് ഫീ കുല്ലി യൗമിൽ വലൈലത്തിൽ അൽഫു റഹ്മാ. ഓരോ ദിവസത്തിലും അല്ലാഹു 1000 അനുഗ്രഹങ്ങളാണ് ഈ മണ്ണിലേക്ക് വർഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ സ്വഹാബികളെ 999 അനുഗ്രഹങ്ങളും ലിൽ ഉലമാ വത്വാലിബിൽ ഇൽമി ഖാല റസൂലുള്ളാഹി. ചൊല്ലണേ സഹോദരങ്ങളെ, ഇത് റസൂലുള്ള പറഞ്ഞതാണ്. ഓരോ ദിവസവും ഖാലിഖായ റബ്ബ് ഈ മണ്ണിലേക്ക് 1000ഓളം അനുഗ്രഹങ്ങൾ അഥവാ 1000 അനുഗ്രഹങ്ങളാണ്, റഹ്മത്താണ് ഭൂമിയിലേക്ക് ചൊരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ 999 അനുഗ്രഹങ്ങളും ലിൽ ഉലമാ, ദീന് പഠിപ്പിക്കുന്ന പള്ളിയിലെ ഉസ്താദുമാർ, മുദർരിസുമാർ, മദ്രസയിലെ ഉസ്താദുമാർ, ചെറുതായി കാണേണ്ട പിതാക്കളെ, കണ്ടോ, റസൂലുള്ളാഹി പറഞ്ഞതാണ് വത്വാലിബിൽ ഇൽമി, ഇൽമ പഠിക്കുന്ന മക്കൾ ഇരിക്കുന്ന പൊന്നുമക്കൾക്കുമാണ്. വറഹ്മത്തുൽ വാഹിദ ലിസായിരിൻ നാസ്, വറഹ്മത്തുൽ വാഹിദ, ഒരൊറ്റ അനുഗ്രഹം മാത്രമാണ് പിന്നീടുള്ള മുഴുവൻ ആളുകൾക്കും സാധാരണക്കാർക്ക് അല്ലാഹു തആല നൽകുന്നത്. മുഹമ്മദ് മുസ്തഫ, ഈ നബി തങ്ങളുടെ മക്കളാണ് നമ്മൾ. പളപളപ്പ് കാരണം, കാശിന്റെ പളപളപ്പ് കാരണം, അഹങ്കാരത്തിന്റെ ഹുങ്ക് കാരണം, ചെറിയ വിഷയങ്ങൾ വരുമ്പോഴേക്കും ഉസ്താദുമാരുടെ ചാരത്ത് ചെന്ന് തുള്ളിച്ചാടുന്ന രക്ഷിതാക്കൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമാണ്. നഷ്ടപ്പെടുന്നത് അല്ലാഹു നമുക്ക് നൽകിയ ചോരകളാണ്, അല്ലാഹു നമുക്ക് നൽകിയ മക്കളാണ്. നമ്മുടെ മക്കളുടെ മഹത്വം തിരിയണോ? എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളോട് പറയുന്നു, സ്ത്രീകളെ,
നമ്മുടെ മക്കളുടെ മഹത്വം തിരിയണോ? ഈ മഹല്ലിൽ കല്യാണം കഴിച്ച് 10-15 കൊല്ലമായി ഒരു കുഞ്ഞിന്റെ കാല് കാണാത്ത ദമ്പതികൾ, അവരോട് ചോദിക്കണ്ട, അവിടെ മനസ്സ് വായിച്ചാൽ മതി. രാവിലെ മദ്രസയിലേക്ക് പോകുന്ന പിഞ്ചു പൈതലുകളെ, LKG പഠിക്കുന്ന കുട്ടികൾ ബാഗ് പിടിച്ചോടുന്ന പിഞ്ചു പൈതലുകളെ വരാന്തയിൽ വെച്ച് കാണുമ്പോൾ ചുമരിൽ ചാരി നിന്ന് കരയുന്ന പെണ്ണ് ഭർത്താവ് കണ്ടു. ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? ആ പെണ്ണിന്റെ മറുപടി, ഒന്നുമില്ല, മദ്രസയിലേക്ക് ബാഗ് പിടിച്ചോടുന്ന കുട്ടികളെ കണ്ടപ്പോൾ കരഞ്ഞുപോയതാണ്. ഈ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞ് 15 കൊല്ലമായി ഒരു കുട്ടിയുടെ കാല് ലഭിച്ചില്ല, കാല് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ പെണ്ണിന്റെ മുസൽമാൻ നമ്മുടെ മക്കളുടെ മഹത്വം തിരിയണോ? ഈ കല്യാണം കഴിച്ച് 15 കൊല്ലമായി ഒരു കുഞ്ഞിന്റെ കാല് കാണാൻ ഭാഗ്യം ലഭിക്കാത്ത ദമ്പതികളുടെ മനസ്സൊന്ന് വായിച്ചാൽ മതി. അവരോട് ചോദിക്കേണ്ടതില്ല, അന്ന് തിരിയും നമ്മുടെ മക്കളാരാണ്. ആ മക്കൾ കാരണമായി മക്കൾക്ക് ഭാവി ഉണ്ടാക്കുന്ന ഉസ്താദുമാർ, അത് മഹല്ലിലെ അല്ലെങ്കിൽ ഒരു സ്കൂളിലെ മാഷുമാരാവട്ടെ, ടീച്ചർമാരാവട്ടെ, പള്ളിയിലെ ഉസ്താദുമാരാവട്ടെ, മദ്രസയിലെ ഉസ്താദുമാരാവട്ടെ, ഒരക്ഷരം പഠിപ്പിക്കുന്ന ഒരു ഗുരു, ആ ഗുരുവിനെ മാതാപിതാക്കൾ വേദനിപ്പിച്ചാൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ കുട്ടികളാണ്. നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുന്നത്, 10 വിരലുകൾ കടിക്കേണ്ടി വരുന്നത് നമ്മുടെ മക്കളാണ്. ആ ബോധം നമുക്കുണ്ടാവണേ എന്ന് ഞാൻ ഈ സദസ്സിൽ ശൈഖുനാനിരുത്തി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന ഫളിലൽ മുതഅല്ലിമി, മുസ്ലിമീങ്ങളെ, ദീന് പഠിക്കുന്ന ഒരു മുതഅല്ലിമിന്റെ പവർ അലാ സായിരിന്നാസ്, മറ്റുള്ള ആളുകളെ കൊള്ള നോക്കുമ്പോൾ ഈ ഇരിക്കുന്ന പൊന്നു മക്കൾ മുതഅല്ലിമീങ്ങളുടെ പദവിയാണ്. റസൂൽ മഹാന്മാർ വിവരിക്കുന്നു, കഫളി അബീ ബക്കറിൻ അലാ സായിരി ഉമ്മത്തി, സിദ്ദീഖ് തങ്ങളുടെ ഉമ്മത്തിൽ എങ്ങനെയാണ്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എൻ്റെ ഉമ്മത്തിൽ എങ്ങനെയാണ്, അതുപോലത്തെ ഒരു പവർ സാധാരണക്കാരുടെ ഇടയിലും മദ്രസയിലെ ഉസ്താദുമാരുടെ ഇടയിലും മുതഅല്ലിമിയുടെ ഇടയിലും അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഇത് പഠിപ്പിക്കുന്നത് മഹാന്മാരാണ്, നാം മഹത്തുക്കളാണ് ഇത് പഠിപ്പിക്കുന്നതെങ്കിൽ മഹാനായ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ചെറുപ്പക്കാരെ, സാഹചര്യമാണ് വെടക്കാക്കുന്നതും നന്നാക്കുന്നതും. ഞാൻ എൻ്റെ യുവ മനസ്സുകളോട് കല്യാണം കഴിഞ്ഞ് 1-2 കുട്ടികളുള്ള കൊച്ചനുജന്മാരോട് പറയുന്നു, മോരെ ചെറുപ്പക്കാരെ, ദീനിന്റെ പടയാളികൾ എന്ന നിലക്ക് പ്രായമുള്ളവരോടല്ല, ചെറുപ്പക്കാരോട് പറയുന്നു, മോരെ, സഅലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ചോദിച്ചു. ആരോടാണെന്നറിയോ? ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, അൻ സാഹിബിൽ ഇൽമി, ഇൽമുമായി ശുഗലാകുന്ന, ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസയിലെ ഗുരുവാണ് എങ്കിലും, അതല്ലൊരു പള്ളിയിലെ ചെറിയ ഉസ്താദാണ് എങ്കിലും, ആ ഉസ്താദിനെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചപ്പോൾ ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഹുവ സിറാജു ഉമ്മത്തിക ഫിദ്ദുനിയാ വൽ ആഖിറ. ഓ നബിയേ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഹുവ സിറാജു ഉമ്മത്തിക, അത് നിങ്ങളുടെ ഉമ്മത്തിലെ വിളക്കാണ്. ഒരു കൊച്ചു മദ്രസയിലെ ഉസ്താദും ആ നാട്ടിന്റെ വിളക്കാണ്. ആ രാജ്യത്തുള്ളവർക്കുള്ള അലങ്കാരമാണ്, ആ രാജ്യത്തുള്ള പാവപ്പെട്ടവർക്കുള്ള വിളക്കാകുന്നു നബിയേ. ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വാക്കുകൾ, ഉസ്താദുമാരുടെ വിലയറിയുന്നവരുണ്ട്, അറിയാത്തവരുമുണ്ട്, തണ്ടോടുകൂടെ സംസാരിക്കുന്നവരുണ്ട്, അഹങ്കാരികളുമുണ്ട്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബി തങ്ങളോട് പറഞ്ഞു, തൂബാ യാ റസൂലല്ലാഹ്, നബിയേ, ഈ മണ്ണിൽ ജീവിക്കുന്ന
എന്ന ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഏറ്റവും സന്തോഷമുള്ളത്, ഏറ്റവും കൂടുതൽ കുളിർമ വരുന്നത് ലിമൻ അറഫഹും വഅഹബ്ബഹും, പാവപ്പെട്ട നമ്മുടെ മക്കളുടെ ഉസ്താദുമാർ, നമ്മുടെ കുട്ടികളുടെ ഉസ്താദുമാർ, ആ ഉസ്താദുമാരുടെ മഹത്വം അറിയുന്നവരും, ആ ഉസ്താദുമാരെ സ്നേഹിക്കുന്നവരും, ആ ഉസ്താദുമാരെ മഹബ്ബത്ത് വെക്കുന്നവരും, ആ ഉസ്താദുമാർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുമാണ്. നബിയേ വൽവൈലു വൽവൈലു യാ റസൂലല്ലാഹ്, ഏറ്റവും വലിയ ശിക്ഷ ആർക്കാണെന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങൾക്കാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇന്ന നാറക്കും ഹാദിഹി ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നമ. നമ്മുടെ വീട്ടിലെ നമ്മുടെ ഭാര്യ മക്കൾ, നമ്മുടെ ഉമ്മയും ഭാര്യമാരും കത്തിച്ചു കൊണ്ടിരിക്കുന്ന തീക്കടലിനേക്കാളും 70 ഇരട്ടി ചൂടുള്ള തീയാണ് ആളിക്കത്തുന്ന ജഹന്നം. യാ റബ്ബൽ ആലമീൻ, ആളിക്കത്തുന്ന ജഹന്നമിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞാലും ഇവിടെ നിർത്തല്ല റഹ്മാൻ. ഇതെന്തൊരു സ്ഥലമാണ്! ആളിക്കത്തുന്ന ജഹന്നമിലേക്ക് വലിച്ചെറിഞ്ഞാലും ഇവിടെ നിർത്തല്ല അല്ലാഹ്. വതറന്നാസ സുകാറാ വമാ ഹും ബിസുകാറാ. നബിയേ, തങ്ങൾക്ക് അവിടുത്തെ പാവപ്പെട്ട മക്കളെ കാണാം. സുക്കാറ, അവരാകെ കള്ളുകുടിച്ച മത്തിച്ചവരെ പോലെ. വമാ ഹും ബിസുകാറ, അവർ കള്ളുകുടിച്ചത് കൊണ്ടല്ല, അല്ലെങ്കിൽ മസ്താക്കി കളയുന്ന മറ്റു വസ്തുക്കൾ കടിച്ചത് കൊണ്ടുമല്ല. നേരെ മറിച്ച് വലാകിന്ന അദാബല്ലാഹ്, അല്ലാഹുവിന്റെ അദാബ് കാണുമ്പോൾ അവരാകെ കുടിയന്മാരെ പോലായിത്തീരും, കുടിയന്മാരെ പോലായിത്തീരും. നബിയേ, ആ വേദനാജനകമായ രംഗം. ഇന്ന അതിനാ അഹ്ലിന്നാർ യുതനഅലു ബിനഅലൈൻ മിന്നാർ യഗ്ലി ദിമാഗുഹു മിൻ ഹറാറത്തിൻ അലൈ. അഥവാ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ അല്ലാഹു ആ മനുഷ്യന് കൊടുക്കുന്ന ശിക്ഷകളിൽ ഏറ്റവും ചെറുത് യുതനഅലു ബിനഅലൈൻ മിന്നാർ, 2 തീക്കട്ടയാലുള്ള ചെരുപ്പാണ്.